ഹലോ ഫ്രണ്ട്സ്, WLGACയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ മൊബൈൽ പെയിന്റിംഗ് ആണ്. അതിന് ആദ്യം വേണ്ടത് രണ്ട് ആപ്പുകൾ കാണും നമുക്ക്. പിക്സാർട്ട് എന്നുള്ള ആപ്പും കളർ എന്നുള്ള ആപ്പും. പിക്സാർട്ട് എടുക്കുക, എഡിറ്റ് ഫോട്ടോ എടുക്കുക, നമുക്ക് വർക്ക് ചെയ്യാനുള്ള പടം സെലക്ട് ചെയ്യുക. കാലഘട്ടൻ്റെ ഒരു പടം എടുത്തു. അടുത്ത സ്റ്റെപ്പ് ക്രോപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പടം ക്രോപ്പ് ചെയ്തെടുക്കുക. പടം ക്രോപ്പ് ചെയ്തെടുത്തിട്ട് കെർവ് എടുത്തിട്ട് ഡെപ്ത് കൂട്ടുക. ഡെപ്ത് കൂട്ടി കഴിഞ്ഞാൽ പടത്തിന് കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. പിന്നെ ഒരു ഇതുള്ളത് എഫക്റ്റിലോട്ട് ചെല്ലുക. മാജിക് എന്നുള്ളൊരു ടൈറ്റിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാജിക് അത് ഇതിൻ്റെ അകത്തോട്ട് സ്ക്രീൻ സേവറിലോട്ട് കിട്ടുന്നില്ല. കാരണം ഞാനത് നോട്ട്സ് ആയിട്ട് കാണിക്കുകയാണ് ഞാൻ. അപ്പൊ എഫക്റ്റ് എടുക്കുക. എഫക്റ്റിൽ മാജിക് കാണിക്കും. മാജിക് എന്നുള്ളൊരു ടൈറ്റിൽ കാണിക്കും. മാജിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറെ എഫക്ട്സ് ഇങ്ങനെ വന്ന് താഴെ വന്ന് കിടക്കും. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മാജിക് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മാജിക് എന്നുള്ള ആ ഒരു ഓപ്ഷനിലോട്ട് ചെല്ലണം. മാജിക് എന്നുള്ള ഓപ്ഷൻ ചെന്നിട്ട് ഇപ്പൊ നമ്മൾ പടം ക്രോപ്പ് ചെയ്തെടുത്തു. മാജിക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടും. നേരത്തെ കണ്ട ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കളറിലേക്ക് പോകുക എന്നുള്ളത്. കളറിലേക്ക് ചെല്ലുക. കളറിൽ ചെന്നിട്ട് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ ഫയലിൽ നിന്ന് പിക്ക് എടുക്കുന്നു. നേരെ ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. തമ്പിന്റെ ഒരു സാധനം സിമ്പിൾ ഉണ്ട്. അവിടെ ബ്രഷ് ടൂൾ ഉണ്ട്. ബ്രഷ് ഹാർഡ്നെസ് കൂട്ടിയും കുറച്ചിടാം. ബ്രഷിന്റെ സൈസ് കൂട്ടിയും കുറച്ചിടാം. എന്നിട്ട് പടം ടൈറ്റ് ചെയ്തിട്ട് ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇതുപോലെ ലയിപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിന്റെ സൈസ് കൂട്ടി ബ്രഷിന്റെ സൈസ് കൂട്ടിയോ കുറച്ചോ ഒക്കെ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം നമുക്ക് മൊബൈൽ ഫോണിൽ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാം. അല്പം ക്ഷമയോടുകൂടി നോട്ട്സ് തയ്യാറാക്കി വേണം ഇത് ചെയ്യാൻ. ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ എന്താണെന്നുള്ളത് പതിയെ സ്ലോ ചെയ്ത് കണ്ട് ഒരു നോട്ട് ബുക്കിലോ മറ്റോ കുറിച്ചെടുത്തിട്ട് ചെയ്യുക. പതിയെ ചെയ്യുക. 4-5 പ്രാവശ്യം വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നോട്ട്സ് തയ്യാറാക്കി ചെയ്യാൻ. നിങ്ങൾക്ക് വളരെ മനോഹരമായൊരു ചിത്രം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ കൂട്ടുകാരുടെയോ സെലിബ്രിറ്റീസിൻ്റെയോ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ വളരെ മനോഹരമായ ഒരു പെയിന്റിങ് തയ്യാറാക്കി ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ പറ്റും. മൊബൈൽ ഫോണിൽ ചെയ്യുന്നതാണോ എന്നെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇത് പലതും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ട്, മൊബൈൽ ഫോണിൽ ചെയ്തതാണോ? ആണ്, തീർച്ചയായിട്ടും മൊബൈൽ ഫോണിൽ ചെയ്തതാണ്. ഇതുപോലെ ലയിപ്പിച്ചൊക്കെ എടുക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന രീതികൾ കണ്ട് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കുക. ഇത് തന്നെ ഇത് ടഫായിട്ടുള്ളത് വേണമെന്നില്ല. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ മനോഹരമായ ഒരു ചിത്രം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് സൈനപ്പ് കൊടുക്കാം. ചെയ്ത പടത്തിന് ഒരു സൈനപ്പ് കൊടുക്കാം. ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ബ്രഷ് ടൂൾ എടുത്ത് ലെറ്റർ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ പേര് അവിടെ കൊടുക്കുക. സേവ് ചെയ്യുക. അത് നമ്മൾ പിക്കാർട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം സൈനപ്പ് കൊടുക്കാൻ. ഇതാണ് നമ്മൾ മാജിക് എഫക്റ്റിൽ നിന്ന് എടുക്കുന്ന പടം. ഈ പടമാണ് നമ്മൾ കളറിൽ കൊണ്ടുപോയിട്ടിട്ട് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് വർക്ക് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ, ഈ എഫക്റ്റ് എന്നുള്ള സാധനം കണ്ടോ? ഈ എഫക്റ്റിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് കളർ റെഡ് എടുത്തന്നേ ഉള്ളത്. എഫക്റ്റ് ഉണ്ട്. എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്തിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ മാജിക് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. മാജിക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു എഫക്റ്റിലേക്ക് മാറ്റുന്നത്. ഈ എഫക്റ്റിൽ നിന്ന് നമ്മൾ കളറിൽ കൊണ്ടുപോയിട്ടിട്ട് വർക്ക് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ്.
എഫക്റ്റ് എടുക്കുക, മാജിക് എടുക്കുക, എന്നിട്ട് ഈ എഫക്റ്റ് കൊടുത്തിട്ട് പല എഫക്ട്സ് ഉണ്ട്, അല്ല ഈ എഫക്റ്റ് കൊടുത്തിട്ട് ആണ് നമ്മൾ സേവ് ചെയ്തെടുത്തിട്ട് എടുക്കുക. സേവ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ പിന്നെ കളറിൽ കൊണ്ടുപോയി നേരത്തെ പറഞ്ഞ രീതിക്ക് ഇതിന്റെ താഴെ പെയിന്റ് ചെയ്തെടുക്കുന്നു. പല സൈസ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുപോയി ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നു. വളരെ മനോഹരമായിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെയോ അങ്ങനെ ടീച്ചേഴ്സിന്റെയോ എടുത്തിട്ട് ആരുടെ വേണേലും പടം ഇതുപോലെ ചെയ്ത് നല്ലൊരു പെയിന്റിങ് പോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരിക, അത് കൊടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞു തരും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോട്ടോ എടുക്കുക. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരാം. മൊബൈൽ ഫോണിലുള്ള ഒരുപാട് ടെക്നിക്സിലാക്കി എടുത്തിരിക്കുന്ന ഈ പടം WGACയിലൂടെ നിങ്ങൾക്ക് പകർന്നു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മൊബൈൽ പെയിന്റിംഗ് ചെയ്യാം. വളരെ മനോഹരമായിട്ട് മൊബൈൽ പെയിന്റിംഗ് ചെയ്യുമ്പോൾ ഇതുപോലെ താങ്ക് യു കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. WGAC my YouTube channel WGAC Graphics Art